ഹായ് ഹലോ നമസ്കാരം. ഞാൻ ചിത്രാരുൺ ലൈഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പകലൊന്നും ഒരു വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല, വൈകിട്ടായിപ്പോയി, തിരക്കായിപ്പോയി. ഇന്നിപ്പോൾ എന്താണ് ഇന്നത്തെ ചിന്താവിഷയം? ഇന്ന് ഗുരുദേവൻ്റെ ഒരു കൃതിയുണ്ട്, സുധാചാരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഗുരു എഴുതി വെച്ച ഒരു 4 വരി പറയാം. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. എന്ന് വെച്ചാൽ നല്ലത് ചെയ്താൽ നമ്മൾ ഒരു കാലത്തും അത് മറക്കരുത്. മോശം ചെയ്യുകയാണെങ്കിൽ അത് അന്നേരം മറന്നു കളയണം. നമ്മുടെ മനസ്സിലൊന്നും ഒന്നും ഇരിക്കരുത്, ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് അത്ര പെട്ടെന്ന് സാധ്യമല്ല. ഞാനൊക്കെ ആണെങ്കിലും പഴയ ഒരു അവസ്ഥയിലൊക്കെ എന്നെ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെന്തെല്ലാം, നമുക്ക് പിന്നെ ദേഷ്യമല്ലേ, നമ്മൾ തിരിച്ചു പറയുന്നു. എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്നത്, അതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അതാണ്. എന്തെങ്കിലും പറയട്ടെ, നമുക്കെന്നെ ഇപ്പം നമ്മളെ ഒരാൾ മോശം പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു, ഇപ്പം മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ഒരു എല്ലാത്തിനും തുല്യം, ദുഃഖം വന്നാലും സുഖം വന്നാലും ആക്ഷേപം പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും, അത് ഭഗവത്ഗീതയിലും പറയും, നമ്മളെക്കുറിച്ച് നല്ല സ്തുതി പറഞ്ഞാലും ആക്ഷേപം പറഞ്ഞാലും എല്ലാം അത് മനുഷ്യൻ്റെ സ്വാഭാവിക സ്വഭാവമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഇത്രയൊക്കെയൊന്നും ഇത് ഞാനിങ്ങനെ ഓരോ നിമിഷവും ഞാൻ വിചാരിക്കും, പഴയ ഒരു എന്നെയും ഇപ്പോഴത്തെ ഒരു ഞാനും തമ്മിലുള്ളൊരു വ്യത്യാസം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുകയോ എടുക്കുകയോ ചെയ്താൽ എനിക്ക് എന്തൊരു ദേഷ്യവും, പിന്നെ അങ്ങ് വാദിക്കും നമ്മളങ്ങ്. അയ്യോ, എനിക്ക് തന്നെ ഇപ്പോൾ അത് ഓർത്തിട്ട് അവർക്ക് ഈശ്വരാ, ദൈവത്തിനോട് ഞാൻ ഓരോ നിമിഷവും നന്ദി പറയും. ദൈവമേ, നീ എന്നെ ഇത്രയൊക്കെ മനസ്സിലാക്കി തന്നില്ലേ, ഞാൻ അത്രയും എനിക്ക് ഭയങ്കര കണ്ണ് നിറഞ്ഞു പോകും. കാര്യം എനിക്ക് തന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ഞാൻ ആദ്യം മനസ്സിലാക്കാൻ തുടങ്ങി ഈ ഭഗവത്ഗീത തന്നെയാണ്. അതിന് ശേഷമാണ് ഗുരുദേവ കൃതികളൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പം അതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഏതൊരു മനുഷ്യനും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് ഗുരുദേവൻ്റെ കൃതികളൊക്കെ എഴുതി വച്ചേക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ കൂടുതൽ ചിലപ്പോൾ എനിക്ക് കരച്ചിൽ വരും. അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ക്ഷമയോടൊക്കെ ജീവിക്കാൻ പഠിക്കുക. അവിടെ തന്നെ നമുക്ക് വലിയൊരു മാറ്റം. നന്ദി വേണം, ക്ഷമ വേണം, ഈഗോ പാടില്ല, സത്യസന്ധത വേണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര നമ്മളെ നമ്മളതാണ് ഈ പാതയിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു മാറ്റം അതാണ്. അങ്ങനെയൊക്കെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.